സംസ്ഥാനത്തെ ചില മണ്ഡലങ്ങളിൽ വളരെ നിർണായകമാണെന്ന് കരുതുന്ന അങ്ങനെ പറയപ്പെടുന്ന STPയുടെ പിന്തുണ സംബന്ധിച്ചാണ് ഇന്ന് പ്രധാനമായി ചർച്ച ഉയരുന്നത്. നേമത്തും മഞ്ചേശ്വരത്തുമൊക്കെ ആ ചർച്ച വലിയ രീതിയിൽ വ്യാപിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് VD സതീശൻ STPയുടെ പിന്തുണ UDFന് വേണ്ട എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി AKM അഷ്റഫ് ഏത് വോട്ടുകളും താൻ സ്വീകരിക്കും, അത് STPയുടേതായാൽ പോലും വിജയമാണ് ലക്ഷ്യമെന്ന് പറയുന്ന സാഹചര്യമുണ്ട്. ഇത് വോട്ടർമാരെ എങ്ങനെയാണ് സ്വാധീനിക്കുക? നമുക്ക് നോക്കാം. പറയുന്നു ഇല്ല, ഞങ്ങളായിട്ട് ബന്ധമില്ല. അഷ്റഫ് പറയുന്നു 6 വോട്ട് വാങ്ങുന്നു. അപ്പോൾ അതൊരു പ്രശ്നമാവോ, അവർക്ക് ബുദ്ധിമുട്ടാവോ ഇലക്ഷനിൽ അവിടുത്തെ മഞ്ചേശ്വരത്ത്? ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ ഇത് എല്ലാ വോട്ടും വേണം ഒരു ജയിക്കണം കാര്യം, ഇല്ലെങ്കിൽ പിന്നെ ഡിബേറ്റായിട്ട് പോകാനിപ്പോൾ. അതുകൊണ്ട് നല്ലതാണ് ആ കാര്യം. അങ്ങനെ ആളായിട്ട് യാസിക്കുന്നത് നല്ലതല്ല, സപ്പോർട്ട് ചെയ്ത് മതിയാകും. അങ്ങനെ അങ്ങോട്ട് പിന്തുണ ആര് ഞങ്ങൾ വിചാരിച്ചെങ്കിലും ഞങ്ങൾ വോട്ട് ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നത് STPൻ്റെതോ ആരുതായെങ്കിലും ആര് വന്നിട്ട് നമുക്ക് വേണമല്ലോ, നമുക്ക് ഇത് വേണേ വേണോ ഓടാണ്ട്. BJP ജയിക്കാതിരിക്കലാണ് നല്ലതെന്നാണ് മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം ജനങ്ങളുടെ. അപ്പോൾ അതുകൊണ്ട് STPൻ്റെ വോട്ടായാലും വാങ്ങാം. STPൻ്റെ വോട്ടായാലും വാങ്ങാം. BJPക്ക് പിന്തുണ കൊടുക്കാതെ. അതായത് ഓരോ സ്ഥലത്തും ചില ഭൂരിപക്ഷം ചില ഓരോ പാർട്ടിക്കാവും ഉണ്ടാവല്ലോ. ഇപ്പോൾ അവിടെ നിന്ന് 30-30 ലീഗും BJPയും. അപ്പോൾ അവിടെ ഉള്ള പാർട്ടീൻ്റെ വോട്ട് സ്വീകരിക്കുന്നത് നല്ലതാണ്. ഒരു പാർട്ടി വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ BJP ആണെങ്കിലും ശരി, BJPക്ക് STPൻ്റെ വോട്ട് ആവശ്യമുണ്ടെങ്കിൽ ഓർക്കും പറയാം. പക്ഷേ അവർ പറയില്ല, അവർക്ക് തീവ്രവാദി എന്ന്, അവരും തീവ്രവാദി ഇവരും തീവ്രവാദികൾ. അപ്പോൾ അതുകൊണ്ട് അവർ പറയില്ല, മറ്റുള്ള പാർട്ടിക്കാൾക്കാർ പറയാമല്ലോ. മഞ്ചേശ്വരത്ത് STPൻ്റെ വോട്ട് കിട്ടിയില്ലെങ്കിൽ AKM അഷ്റഫിന് വിജയിക്കാൻ പറ്റില്ല. അവിടെ 2ാം സ്ഥാനമുള്ള BJP അല്ല. അപ്പോൾ അഷ്റഫ് പറയുന്നതാണ് ശരി. VD സതീശൻ പറയുന്ന പോലെ ഒന്നുമല്ല അടുത്ത ഇത്. മഞ്ചേശ്വരത്തത് ശരിക്കും പറഞ്ഞെങ്കിൽ വിധീശന് മനസ്സിലായിട്ടില്ല. സതീശൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവെന്നാണ് ജനങ്ങൾ കരുതിയിട്ടുള്ളത്. ഏകദേശം കേരളത്തിനെ പറ്റി പൂർത്തിയായിട്ട് പഠിച്ച മാതിരി തോന്നുന്നില്ല. പ്രത്യേകിച്ചും മഞ്ചേശ്വരം നിയോജകമണ്ഡലം എന്ന് വെച്ചാൽ അവിടെ അഷ്റഫ് പറഞ്ഞതാണ് കറക്റ്റ്. അഷ്റഫ് എന്ന് പറഞ്ഞാൽ സ്ഥലം UDF MLA ആണ്. അദ്ദേഹത്തിന് പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് സർവരുടെയും പിന്തുണ ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾക്ക് ജയിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ പരാജയപ്പെടുമെന്നാണ് അഷ്റഫ് പറഞ്ഞതിനർത്ഥം. അതിൻ്റെ വ്യാഖ്യാനം സതീശന് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കണം. കേരളത്തിനെ പറ്റി പരിപൂർണമായിട്ടുള്ള അറിവ് സതീശന് ഇനിയും പോരാ, ഇനിയും പഠിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം.